നമസ്കാരം. ചിലവർക്ക് ബുദ്ധി ഉദിക്കുന്ന കുറേ വൈകിട്ടായിരിക്കും. 10, 40, 50 വയസ്സിലൊക്കെയാണ് ബുദ്ധി ഉദിക്കുക ചിലവർക്ക്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുമ്പോൾ തന്നെ അയാളുടെ ബുദ്ധി അയാളിലുണ്ട്, അയാളുടെ മനസ്സ് അയാളിലുണ്ട്, അയാളുടെ അംഗപ്രത്യംഗങ്ങൾ അവിടെ നിന്നാണ് വളർന്ന് വികസിക്കുന്നത്, പിന്നെ പുറത്തുനിന്നല്ല. അയാളുടെ രോഗവും അയാളിലുണ്ട്. 50 വയസ്സായപ്പോൾ ആൾക്ക് പരിശോധിച്ചപ്പോൾ ഡയബറ്റിക് ഉണ്ട്, പിറന്ന് വീഴുമ്പോൾ തന്നെയുണ്ട് ആ ഡയബറ്റിക്. പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. ജീവിതചര്യകളെ കൊണ്ട് അത് ഒരിക്കലും പുറത്തു വരാത്തൊരു സാഹചര്യവും ഉണ്ടാക്കാം. ഇതുപോലെ ചിലർക്ക് കുബുദ്ധി അടക്കം, ബുദ്ധി മാത്രമല്ല കുബുദ്ധിയും കുറേ കഴിയുമ്പോൾ ഉദിക്കുക. നമ്മുടെ ഒരു ചാനലിൻ്റെ, കോഴിക്കോട് ചാനലിൻ്റെ ഒരുത്തനുണ്ട്, അവൻ്റെ പേര് രാമൻ എന്നാണ്. രാമൻ, പ്രമോദ് രാമൻ. അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ് RSS തീർത്തും നിഗൂഢമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണെന്ന്. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുള്ള ആരാണ് RSSൻ്റെ കേരളത്തിലെ തലവൻ അഥവാ RSSൻ്റെ തലവൻ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല രാമ, കഴിയില്ല. അതിന് നിങ്ങൾ പോയിട്ട് ഇനി സാക്ഷാൽ നരേന്ദ്രമോദിയോടോ അതല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നാഗപ്പൂർ പോയിട്ട് മോഹൻ ഭാഗവതിനോട് ചോദിക്കുക ആരായി RSSൻ്റെ തലവൻ, അങ്ങനെ പറയാം. എനിക്കറിയില്ല. RSSന് തലവനില്ല രാമ, അഥവാ RSSന് തലവന്മാരേ ഉള്ളൂ. വൺസ് യു ബിക്കം RSS, യു ബിക്കം RSS ലീഡർ, യു ബിക്കം RSS ഫോർ എവർ. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം ചോദിച്ചിരിക്കുകയാണ്, RSSന് ലക്ഷണങ്ങളൊന്നുമില്ല. RSSന് പരിശോധിച്ചറിയാവുന്ന, നമ്മളിപ്പം O പോസിറ്റീവ് ബ്ലഡ് ആണോ AB ആണോ ഇതൊന്നും പരിശോധിച്ചാൽ അറിയാൻ പറ്റും. തുലാസിൽ കയറി നിന്നാൽ തൂക്കം അറിയാൻ പറ്റും. പടമെടുത്തു കഴിഞ്ഞാൽ നിറമറിയാൻ പറ്റും. സംസാരിച്ചു കഴിഞ്ഞാൽ ശബ്ദമറിയാൻ പറ്റും. പക്ഷേ RSSകാരനെന്ന് അറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധത വെച്ച് പുലർത്തുന്നത്. ഞാനൊരിക്കൽ മണ്ണാർക്കാട് അടുത്ത് ഗോവിന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗീത നടത്താൻ പോയി. അപ്പോൾ അവിടെ കുറേ RSSകാർ വന്നപ്പോൾ ഞാൻ ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരോടൊപ്പം കൂടിയിട്ട് അവിടുത്തെ പുല്ലൊക്കെയും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ചുറ്റിയിട്ടുള്ളൊരു ഒരു തോർത്തുമുണ്ട് മാത്രമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, സ്വാമി എത്തിയില്ലേ? ഒരു ശങ്കരേട്ടൻ, അങ്ങനെ 5-6 ആൾക്കാർ കൂടിയിട്ട് ഒരു മോഹനൊക്കെ ഉണ്ട്. സ്വാമി എത്തിയില്ലെന്ന് ചോദിച്ചപ്പോൾ നിൽക്കുന്നു സ്വാമിന്ന്. അപ്പോൾ എന്നോട് നമസ്കാരം പറഞ്ഞു. പിന്നീട് ഒരിക്കൽ പറയുക, സ്വാമിയെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സ്വാമി RSSകാരനാണെന്ന്. അത് ഞാൻ RSSൽ പോയിട്ടില്ലല്ലോ. RSSൽ പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ RSSൽ എന്തിനാ പോണേ സ്വാമി? സ്വാമിയുടെ ആ ഒരു എല്ലാവരോടും ഒപ്പം കൂടി നിന്ന് VIP ആകാതെ ഇത്രയേ ഉള്ളൂ RSS. ഈ നാടിനോടും നാടിൻ്റെ മഹനീയതയോടും ആർഷവിദ്യാ സംസ്കാരത്തോടും ഉള്ള കൂറും, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, എൻ്റെ നാടാണ് എൻ്റെ ജനനി, അത് സ്വർഗത്തേക്കാൾ വലുതാണ്, ഗംഭീരതരമാണെന്ന് ആര് കരുതുന്നുവോ അയാൾ RSS. അത്രയേ ഉള്ളൂ. ഈ RSS വിളിച്ചിട്ടും കുഴപ്പമില്ല. നിങ്ങൾ കള്ളൻ്റെ പേരിട്ട് വിളിച്ചു, എന്തായാലും കുഴപ്പമില്ല. എന്ത് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതല്ല, അയാളുടെ ആറ്റിറ്റ്യൂഡിനാണ് പ്രാധാന്യം. മനസാ വജസാ കർമ്മണ ഈ രാജ്യത്തിന് വേണ്ടി ബോധം വെച്ചത് മുതൽ ബോധം മറയുന്നത് വരെ ആര് പ്രവർത്തിക്കുന്നുവോ. വഴി കൂടെ പോകുന്ന സമയത്ത് ഒരു പൈപ്പ് ഇങ്ങനെ തുറന്നു കിടക്കുക, വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കാറ് നിർത്തിയിട്ട് ആ പൈപ്പ് അടയ്ക്കുന്നു. അയാളെ വേണമെങ്കിൽ നിങ്ങൾ രാജ്യസ്നേഹി എന്ന് പറഞ്ഞോളൂ, വേറെ കുറേ ആൾക്കാർ പറയും അയാൾ RSS ആണെന്ന്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. രാമ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സിമ്പിളാണ്. രാമൻ്റെ അച്ഛനാരാ? പ്രമോദ് രാമ അച്ഛനാരാ? അച്ഛൻ ഇന്ന ആളാ. എന്താ ഉറപ്പ്? അമ്മ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പിന്നെ DNA ടെസ്റ്റ് നടത്തി അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ RSSകാരനാണെന്നുള്ളതിന് നമുക്ക് ടെസ്റ്റ് എടുത്താൽ മാർഗ്ഗമൊന്നുമില്ല. അയാളുടെ പ്രവർത്തനം, മനസ്സാ വജസാ കർമ്മണയുള്ള അയാളുടെ പ്രവർത്തനം ഒറ്റ ദിവസം കണ്ട് മനസ്സിലാക്കിയാൽ മതി.
ഇനി നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അപ്പുറത്തിപ്പുറത്തേലും RSൻ്റെ ശാഖ നടക്കുമ്പോൾ അവിടെ പോയിക്കോളൂ. ധൈര്യമായിട്ട് അവിടെ പോയിരിക്കാം. അല്ല അവിടെ അഡ്മിഷൻ അങ്ങനെ കാര്യങ്ങൾ ഒന്നുമില്ല. ആ ശാഖ നടക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് മാറിയിരിക്കാം. ഇവരെന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ. അവരെ വട്ടം കൂടിയിരുന്ന എന്താ പാടുന്നത്? പാട്ടുകൾ. അതിനകത്ത് എന്തെങ്കിലും കുരുട്ട് വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഏതൊരു പർട്ടിക്കുലർ ദൈവം മാത്രമാണ് ശരിയെന്ന് പറയുന്നുണ്ടോ? ഇല്ല. ഈ ഇന്ത്യയിൽ പിറന്നു വീണ മഹാത്മാക്കളെ മുഴുവൻ അവർ ഓർക്കുന്നു, ദിനം ദിനം ഓർക്കുന്നു. അവരുടെ ഗുരു ഹിന്ദു ഗുരുവോ അല്ലെങ്കിൽ അങ്ങനെയുമില്ല. സംഘപതാകയാണ്, കാവ്യ പതാകയാണ് അവരുടെ ഗുരു. ബാക്കി എല്ലാവരും മോഹൻ ഭാഗവത് ഉണ്ടല്ലോ, മീശ, അദ്ദേഹം വന്നാലും RSൻ്റെ ശാഖ തുടങ്ങിയ പുറകിൽ വന്ന് നിൽക്കണം. അതാണ് ഇതിന് മര്യാദ, പുറകിൽ നിൽക്കണം. കാരണം അങ്ങനൊരു നേതാവ് ഞങ്ങൾക്കില്ല. ഒരു സ്ഥാനമുണ്ട്, കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുക്കാനും പിടിക്കാനും കാര്യങ്ങൾ വേണമല്ലോ. അങ്ങനെ ഒരാളുണ്ട്, പക്ഷെ അത് നേതാവല്ല. അദ്ദേഹവും സ്വയം സേവകൻ തന്നെയാണ് എന്ന് സാരം. ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ടത് അവിടെ പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ മനസ്സിലാക്കൂല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. RSSനകത്ത് നേതാക്കളില്ല രാമ, അവിടെ ചുമതലക്കാരെ ഉള്ളൂ രാമ. ആയതുകൊണ്ട് തന്നെ RSനകത്ത് പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു കിഴിയും അവിടെ നിന്ന് കിട്ടാനില്ല, ഒരു നേട്ടവും അവിടെ നിന്ന് കിട്ടാനില്ല, 10 രൂപയും കിട്ടാനില്ല. തൃശ്ശൂരൊക്കെ PP മൂന്നിനെ പോലുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് 2 ഷർട്ടാണ് വാങ്ങിച്ചു കൊടുക്കുക നാട്ടുകാർ. അതിന് 2 ഷർട്ട് വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ വരുമ്പോൾ എനിക്കില്ല, ആവശ്യമില്ല കേട്ടോ എന്ന് പറയും. ഒരിളം കാവി ഡ്രസ്സ് അങ്ങനെ ധരിക്കാറുള്ളത്. പൈസ വെച്ചുള്ള കളി ഒന്നുമില്ല അവിടെ. മുമ്പ് പറഞ്ഞ പോലെ അവരുടെ സംപൂജ്യനായിട്ടുള്ള സർസംഘ ചാലക് അദ്ദേഹം അതൊരു സ്ഥാനം മാത്രമാണ്, നേതാവൊന്നുമല്ല. മറ്റുള്ളവരെ അങ്ങനെ ചാടിക്കളിക്കട കുഞ്ചിരാമ, ഓടിക്കളിക്കട കുഞ്ചിരാമ, മറിഞ്ഞു കളിക്കട കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ അങ്ങനെ കളിക്കുന്ന അടിമകൾ, അടിമ വംശം RSനകത്തില്ല. ഈ പറയുന്ന മോഹൻ ഭാഗവത് കയറി വന്നാലും ഒരു ശാഖയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ മുഖ്യേഷം പറയും സംഘദക്ഷ, സംഘ രമ, അതുപോലെ നിൽക്കണം. ധ്വജ പ്രണാം, അതുപോലെ നിൽക്കണം. അത് കഴിഞ്ഞ് അവർ പാട്ട് പാടുമ്പോൾ അത് പാടണം. പ്രാർത്ഥന നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം. അതൊരുമിച്ച് പാടണം. ഞാൻ അത് പാടില്ല, അതിന് ഇന്ന വരി പാടില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്ദേമാതരം പാടില്ല അവൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെ. പാടിച്ചു എന്നുള്ളത് രാത്രി ശരിക്കും പെടാപ്പാട് പാടിച്ചു പറയില്ലേ, മൂത്രിപ്പിച്ചു എന്ന് പറയില്ലേ, എഴുന്നേറ്റ് നിന്ന് കുറേ പറഞ്ഞതല്ലേ മറ്റേ തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞ സമയത്ത്. പിന്നെ ഇവരൊന്നും ദിവസവും കാലത്ത് വന്ന് വൈകുന്നേരം വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ സ്ഥിതി എന്താണ്? ചാനലുകളിൽ പോയിരുന്നു വർത്താനം പറയുക. മഹാത്മാഗാന്ധിയായിട്ട് ആയത് ഏത് ചാനൽ പിടിച്ച് പൊക്കിയിട്ട്? യേശുദാസായിട്ട് ഏത് ചാനൽ പിടിച്ച് പൊക്കിയിട്ട്? ഇവിടെ പലവരും, ഒരു ചെക്കനുണ്ടല്ലോ, ഒരു നമ്പൂരാൻ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇത് തുറന്നാൽ അവൻ മാത്രമേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ അന്ന് റിപ്പോർട്ടർ ചാനലല്ലേ നമ്മളുടെ നികേഷ് കുമാർ, നമ്മളുടെ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, എന്തിനാണ് ഈ സാധനത്തിന് നിങ്ങൾ കൊണ്ടിരുത്തുന്നത്? അത് ഒറ്റ മറുപടിയെ പറഞ്ഞോളൂ, നേരത്തെ പറഞ്ഞതാ, സ്വാമി ചാനൽ പറഞ്ഞ ഒരു സർക്കസ് കൂടാരാണ്, അതിൽ ജോക്കർമാർ വേണ്ടേ എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഫുൾഫിൽഡായി. എൻ്റെ സംശയം അവിടെ തീർന്നു. വാസ്തവത്തിൽ മാധ്യമങ്ങളിൽ മുഖം കാണിച്ച് എപ്പോഴെങ്കിലും ഏതെങ്കിലും RSSൻ്റെ നേതാക്കന്മാർ വന്ന് ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? RSSൻ്റെ ഉപസംഘടനകളുണ്ട്, അവർ വന്നിരിക്കും. അത് RSSുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. അത് BJP ആയിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ തല കാണിച്ച് നമസ്കാരം,
അങ്ങ് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഞാൻ RSSൻ്റെ നേതാവാണ് എന്ന് പറയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ? RSSൻ്റെ നേതാവുണ്ട്, സേതുവേട്ടനുണ്ട് ഇവിടെ, ഗോപാലൻകുട്ടി മാസ്റ്ററുണ്ട് ഇവിടെ, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ആരും നേരിട്ട് ഒരു ഗോപാലകൃഷ്ണേട്ടനുണ്ട്, ഒരു പെട്ടിയും പിടിച്ച് ഒരു മുണ്ടും ചുറ്റിട്ട് അങ്ങനെ കൊല്ലം ബസ് സ്റ്റാൻഡിലോ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലോ വന്നിരുന്നാൽ RSSകാർക്ക് പോലും തിരിച്ചറിയില്ല AK ഗോപാലിൻ്റെ മരുമകനാണ്. അവർ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളും ചുറ്റി സഞ്ചരിച്ച് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അവർ ഒരിക്കൽ പോലും ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് അവരുടെ ചോദ്യവും അവരുടെ ഉത്തരവും എന്നിട്ട് നമ്മൾ ഏറ്റു പറയുക, അവരുടെ ചോദ്യം അവരുടെ ഉത്തരവും എന്നിട്ട് നമ്മൾ ഏറ്റു പറയുക, അതിന് അവരെ കിട്ടില്ല. അതുകൊണ്ട് രാമ, നിങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല, പക്ഷേ അവർ നമ്മൾ വിചാരിച്ച പോലല്ല. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൊറിബിൾ ടെറിബിൾ അന്തർധാരയുണ്ട് കേട്ടോ. അതിൻ്റെ പ്രത്യക്ഷവൽക്കരണമാണ് ഇപ്പോൾ നമ്മൾ UP എന്തിന് സാക്ഷാൽ ഡൽഹിയിൽ ആരാ ഭരിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞു ബംഗാൾ. ചിന്തിക്കാൻ പറ്റുമോ ബംഗാളിൽ മറ്റേ RSSൻ്റെ ഭരണം? ഇപ്പം അവിടെയും അതാണ് അന്തർധാര. അല്ല കാപ്പിളി കൂപ്പിളി കീപ്പിളി കൂപ്പിളി എന്ന് പറഞ്ഞിട്ട് TV വന്നിരുന്ന് പറയുന്നതല്ല. അവരുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് അവരുടെ തൊലയ്ക്കുന്ന പരിപാടിയൊന്നും അവർ നടത്താറുമില്ല. അവരെല്ലാവരും എല്ലാ രംഗത്തിലും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ അന്തരീക്ഷത്തിൽ ഞാനിപ്പോൾ ഇതൊക്കെ തെളിച്ച് എല്ലാ ദിവസവും വൃത്തിയാക്കി വെള്ളം തെളിച്ച് തുടച്ച് വാരി, പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും വൈറസുകളും പിന്നെന്താ ബാക്ടീരിയകളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ഇതിനകത്ത് എവിടെയും പോകാറില്ല, ആരും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാറില്ല. എന്നിട്ട് എനിക്കെങ്ങനെയാണ് പനിയും ചുമയും വന്നത്? ഇതിനകത്തുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഈ പുരികത്തിനകത്ത് തന്നെ പുഴുക്കളെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജീവി, അതിനകത്ത് കോടിക്കണക്കിന് ജീവികളുണ്ട്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ലെന്ന് മാത്രം, നിങ്ങളുടെ ഉണ്ട്. നിങ്ങളുടെ രക്തത്തിനകത്ത്, നിങ്ങളുടെ ശരീരത്തിനകത്ത് എവിടെയൊക്കെയാണ് നിങ്ങളെ കാണുന്നത് എന്ന ബാക്ടീരിയകളും വൈറസുകളെന്ന് ആർക്കും അറിയാം. അത് മറ്റൊന്ന് നെഗറ്റീവ്. ഇവിടെ പോസിറ്റീവ്. ഒരു രാജ്യത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് എവിടെ ഏത് ശ്രമം നടന്നാലും അതിൻ്റെ കൂട്ടത്തിലൊരുവനുണ്ടാകും, ഒരു സ്വയം സേവകൻ അവിടെ ഉണ്ടാകും. അവരെല്ലാം പൊതുരംഗത്ത് വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. സംഘടനാ പരിപാടികളിൽ മാത്രമല്ല, സാംസ്കാരിക പരിപാടികളിലും അവർ വലിയ രൂപത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ അന്തർധാര അതിശക്തമാണ് രാമ. പിന്നെ പൊതുജന സമ്പർക്കം. നിങ്ങൾക്ക് ബസ്സിൽ കയറ്റാം, ഫ്രീ ആയിട്ട് ബസ്സിൽ കയറ്റാം. പ്രസന്റ് ബസ് ഒരു ബസ്സിന് 2ആയിട്ട് മുറിച്ചിരിക്കുക, ദേ ഇതിലാ ബസ്സിൽ. അപ്പോൾ ഒരാൾക്ക് 15 പേർക്കാണ് കയറാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. മലപ്പുറത്ത് ബസ്സുകളില്ല, പിന്നെ അവിടുത്തെ സ്ത്രീകൾ എന്താ ചെയ്യുക? എത്ര 10 അവർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള 10-15 ബസ്സോ മലപ്പുറത്തുള്ളൂ. അങ്ങനെയുള്ള പറ്റിക്കൽ പരിപാടിയുള്ളൂ. വാക്ക് കൊടുത്ത് പറ്റിക്കുക എന്നുള്ളത് അതൊന്നും ഇവർക്ക് പെട്ട കാര്യങ്ങളല്ല. എല്ലാവരും അവർക്ക് കഴിയുന്ന പോലെയുള്ള അവരുടെ കാര്യങ്ങൾ നടത്തുന്നു. ഞാൻ നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾ ഇങ്ങോട്ട് ഇത് തരുമോ? RSS ആരും വോട്ട് ചോദിച്ചിട്ടുമില്ല. ഏതായാലും അവർ നടത്തേണ്ടുന്ന പൊതുജന സമ്പർക്കം അവർ നടത്തുന്നുണ്ട്. ഞാൻ ഇടുക്കിയിൽ തോപ്രാംകുടി, മൂങ്ങാപ്പാറ, കള്ളിപ്പാറ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട്, അവിടെ മുരിക്കാശ്ശേരിയിൽ അവിടേക്കുള്ള സമയത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ കാണാം ഒരു സ്ത്രീയും ഒരു പുരുഷൻ വന്ന് നമസ്കാരം സ്വാമിജി എന്നോട് ഞാൻ മാമ്പഴം കൊണ്ടുതരും. മനസ്സിലായില്ലല്ലോ സ്വാമിയെ, ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെയുണ്ട്, എല്ലായിടത്തുമുണ്ട് ഇതിൻ്റെ വേരുകൾ. നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പ് എന്ന് പറഞ്ഞാൽ വലിയ കനമുള്ള കുറേ ഞരമ്പുകൾ മാത്രമല്ല, ഈ വിരലിൻ്റെ അറ്റത്ത് ഒന്ന് തൊട്ടാൽ മതി ചോര വരും. ആ രക്തോട്ടം എല്ലായിടത്തും ഉണ്ട്, ഭാരതത്തിൽ എല്ലായിടത്തുമുണ്ട്. രാമാ, പ്രമോദ് രാമാ, RSSൻ്റെ രക്തോട്ടം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ എന്ന് മാത്രം. പിന്നെ മറ്റ് പല കാര്യങ്ങൾ കൂടി കൂട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. RSS എന്ന സംഘടന ഉണ്ടായതിൻ്റെ പുറകിൽ ഒരു വലിയൊരു കാരണം, പല കാരണങ്ങളിൽ ഒരു വലിയ കാരണം എന്താണെന്ന് അറിയാമോ? അതിൻ്റെ
ഒരു കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങൾ. RSS സംഘടന അത്യന്താപേക്ഷിതമാണെന്ന് ഉത്തരേന്ത്യക്കാർക്ക് അതിൻ്റെ സംഘാടകന്മാർക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് 1921 മലബാറിലെ ലഹളയാണ്. അത് അത്യാസൂത്രിതമായിട്ടുള്ളൊരു ഹിന്ദു വംശഹത്യയായി മാറുകയാണ് ചെയ്തത്. അത് RSSൻ്റെ രൂപീകരണത്തിന് കാരണമാകുകയും ചെയ്തു. തുടക്കത്തിൽ മഹാത്മജി പോലും അതിന് സപ്പോർട്ട് ചെയ്തതാണ്. അത് ടർക്കിയിലുള്ള ഒരു സംഭവത്തിൻ്റെ പേരിൽ ആണ് ഇവിടെ തുടങ്ങി വെച്ചത്. നമുക്കതിന് സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തതാണെന്ന് അന്നത്തെ കോൺഗ്രസ്. ആ മഹാത്മജി പോലും തൊഴുതു. നിങ്ങളുടെ പരിപാടി ഇതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഖിലാഫത്ത് ഖിലാഫത്ത് ആണെന്നാണ് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ പരിപാടി ഇപ്പം അതല്ല. ഹിന്ദുക്കളെ കൊല്ലുക, കിണറ്റിൽ കൊണ്ട് തള്ളുക. അതുവരെ ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ഹിന്ദു സംഘടന അങ്ങനെ ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. 1921 മാപ്പിള ലഹളയുടെയും അതുപോലെ ഹിന്ദു വംശഹത്യയുടെയും പശ്ചാത്തലം പരിശോധിക്കണം. അത് പരിശോധിച്ച് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഡൽഹിയിൽ ചേർന്ന ചില ഹിന്ദു നേതാക്കന്മാരുടെ യോഗത്തിലാണ് ഹിന്ദുക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സംഘടന ഉണ്ടാവണമെന്ന് പറഞ്ഞത്. പിന്നീട് രൂപീകരിച്ച് മറ്റു പല സ്ഥലങ്ങളിലാണ് രൂപീകരിച്ച സമയത്ത് അതിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ തുച്ഛം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1925 1921 കഴിഞ്ഞ് മലപ്പുറത്തെ ഹിന്ദു വംശഹത്യ കഴിഞ്ഞ് 22, 23, 24, 25 RSS രൂപീകൃതമാകുന്നത്. 1921 മലബാറിലെ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളുടെയും തല വെട്ടിയിട്ട് കിണറ്റിലെറിഞ്ഞു. ബാക്കിയൊക്കെ ഓടിപ്പോയി. തിരുവാങ്കൂറിലേക്കും മദ്രാസ് പ്രസിഡൻസി മദ്രാസിലേക്ക് ഓടിപ്പോയതിൻ്റെ കണക്കിന് കയ്യും കണക്കുമില്ല. അതൊന്നും ആരും പറയില്ലല്ലോ. വാളിൻ്റെ മുമ്പിലും കത്തിയുടെ മുമ്പിലും നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തി ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കുറേ എണ്ണത്തിലെ ഇസ്ലാമിലേക്ക് ചേർത്തി മതപരിവർത്തനം. കുറേ എണ്ണം ഓടിപ്പോയി, കുറേ എണ്ണത്തിന് പണിയും തീർത്തു. പിന്നെ മലയാള രാജ്യം ഉണ്ടാക്കി. അതിൻ്റെ ബാക്കി പത്രമാണ് ഈ മലപ്പുറം എന്ന് പറഞ്ഞ രാജ്യം. 1921 മാപ്പിള കലാപം ഒരു ആസൂത്രിതമായിട്ടുള്ള ഹിന്ദു വംശഹത്യയാണെന്ന് അന്ന് വലിയ രൂപത്തിൽ എല്ലാവരെയും ബോധിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതിൻ്റെ തുടക്കം ഈജിപ്തിലെ മുസ്ലിങ്ങളുടെ ഒരു പരമോന്നത നേതാവിനെ ബ്രിട്ടീഷ് ഭരണകൂടം സ്ഥാനഭ്രഷ്ടനാക്കി. ഈജിപ്തിലാണോ ടർക്കിയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മലബാറിലൊരു കൂട്ടം മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ സമരം തുടങ്ങിയത്. അത് എനിക്ക് തോന്നുന്നത് ടർക്കിയാണെന്ന് തോന്നുന്നു. ബ്രിട്ടനിലല്ല, ടർക്കിയിൽ, ഈജിപ്തല്ല, ടർക്കിയിലാണെന്ന്. എന്നിട്ട് ഖിലാഫത്ത്. അതിനിടയിൽ ഹിന്ദുക്കളിൽ ആരോ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നു എന്നൊരു വ്യാജ കഥയുണ്ടാക്കി മുസ്ലിങ്ങളെ പിടിച്ച് കുറേ എണ്ണത്തിന് വഴിയിൽ കൂടെ കുന്തത്തിൽ കയറ്റി കൊണ്ടുപോയിട്ട് മഞ്ചേരിയിലേക്ക് പ്രദർശിപ്പിച്ചിട്ട് തല ആലോചിക്കാൻ വയ്യ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഹിന്ദു സ്ത്രീകളെ നിലമ്പൂർ കോവിലകത്ത് തന്നെ ഹിന്ദു സ്ത്രീകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു. അന്നുണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ അടിച്ചു തകർത്തു. പശുവിനെ പരസ്യമായിട്ട് വെച്ചിട്ട് അതിൻ്റെ കുടൽമാല കൊണ്ടുപോയിട്ട് വിഗ്രഹത്തിൽ ചാർത്തി കൊടുത്തു. ഹിന്ദുക്കളെ പിടിച്ചിരുത്തിയിട്ട് നിർബന്ധിച്ച് പച്ച മാംസം തീറ്റിച്ചു. ഗർഭിണിയായിട്ടുള്ള ഹിന്ദു സ്ത്രീകളെയും ചവിട്ടിക്കൊന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളാണെന്ന് വീടും സ്വത്തുക്കളും ഉപേക്ഷിച്ച് മലബാറിൽ നിന്ന് കൂട്ടപലായനം ചെയ്തത്. ആ സ്വത്തുക്കളൊക്കെ പിന്നെ ആരുടെയായി? ഈ മുസ്ലിങ്ങളുടെ ആയിട്ട് മാറി. എന്തായാലും ഇതിപ്പോൾ വീണ്ടും എടുത്ത് വീശുകയല്ല ചെയ്യുന്നത്. ഒരു ചാനലിൻ്റെ മേധാവിയായിട്ടിരുന്ന് RSS ഗൂഢസംഘമാണ്, അതിൻ്റെ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അറിയില്ല എന്നൊക്കെയും പറയുന്നവർക്കുള്ള മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. RSSൻ്റെ നേതാവ് എന്താണെന്നറിയാമോ? ഭഗവദ്ധ്വജമാണ്.
ആ ഭഗവത്ധ്വജം അവർ നിലത്ത് വയ്ക്കില്ല. അതൊരു വെള്ളി പാത്രത്തിലോ അവർ നല്ല പാത്രത്തിൽ അടക്കി വയ്ക്കും. അവർ വർഷം കൂടുമ്പോൾ പുതുത് അവരുണ്ടാക്കും. പഴയത് അവർ അവിടെ കൊണ്ട് കളയുകയൊന്നും ചെയ്യില്ല, അതിനെ സംസ്കരിക്കും. ആ ഭഗവത്ധ്വജമാണ് അവരുടെ നേതാവ്, അവരുടെ ഗുരു, അവരുടെ ദൈവം, സർവസ്വവും. ബാക്കിയുള്ള എല്ലാ നിങ്ങൾ പറയുന്ന കുറുകൂടി പിടിച്ച് നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ലേ, അവരെല്ലാവരും സ്വയം സേവകർ മാത്രമാണ്. സംഘശാഖയിൽ വന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്പെഷ്യൽ സീറ്റ്, ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിക്ക് വേറെ സ്പെഷ്യൽ സീറ്റ്, സാക്ഷാൽ RSSൻ്റെ മോഹൻ ഭാഗവത് വന്നു കഴിഞ്ഞാൽ അങ്ങേർക്ക് വേറെ ഇരിപ്പിടം ഒന്നുമില്ല അവിടെ. ഏതായാലും ഒന്ന് പോയി നോക്ക്. നിഗൂഢതയുണ്ട്, RSSനല്ല, ഹിന്ദുക്കൾക്കല്ല. നിങ്ങളിപ്പോൾ ആരുടെ ഒപ്പമാണ് നിൽക്കുന്നത്? അവിടെ നിഗൂഢതയുണ്ട്. എവിടേക്കാണ്, എപ്പോഴാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുക എന്ന് പറയില്ലേ, നമ്മൾ കാണുന്നുണ്ടല്ലോ. ലോകം മുഴുവൻ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്തിൻ്റെ പേരിലാണ്, ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാതെ സ്വയം പൊട്ടിത്തെറിക്കുന്നത്. അവിടെ പോയി ഞാൻ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട്, ഹൂറികളെ കിട്ടുമെന്ന് പറഞ്ഞ്, മദ്യപ്പുഴ കിട്ടുമെന്ന് പറഞ്ഞ്, അതിന് നിഗൂഢത എന്ന് പേരിട്ട് വിളിക്കാം. നമസ്കാരം.